ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ്. ഉസ്ബക്കി പുലാവ്, കാബൂളി പുലാവ് എന്നൊക്കെ പറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അഫ്ഗാനി പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള പുലാവ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കിയാലോ. ചോറുണ്ടാക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ബദാമും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാനുള്ളതാണ്. ഇത് നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതിന്. കൂടുതലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കുക. അപ്പോൾ ഇത്രയും മതി, ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ അതേ ഓയിലിലേക്ക് തന്നെ ഒരു 3 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. കനം കുറച്ചിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഹാഫ് കുക്കായി തന്നെ ക്യാരറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ 3 എടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. ഇത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിക്കാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരി കൂട്ടുന്നതും കുറക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. ഇനി ഉള്ളി നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ റൈസ് തക്കാളി ചേർത്തിട്ടും തക്കാളി ഇല്ലാണ്ട് ഉണ്ടാക്കാറുണ്ട്. തക്കാളി ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ചെറുതായിട്ട് പുളിപ്പും അതുപോലെ തന്നെ കുറച്ച് കളറൊക്കെ കിട്ടും. തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അരച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ഒരു പകുതി നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിൽ നിന്ന് കുറച്ച് നമ്മൾ ചോറ് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ബാക്കിയുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് അറേബ്യൻ മസാല അല്ല നമ്മൾ ചേർക്കുന്നത്. വളരെ കുറച്ച് സ്പൈസസ് ആണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. നമ്മളിതിലേക്ക് ഒരു 5 ഏലക്ക, അതുപോലെ ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകത്തിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. അത് നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം കേട്ടോ. 1 ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ്, മറക്കരുത്. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത്. അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബസ്മതി ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതൊരു 20 മിനിറ്റ് കഴുകിയിട്ട് നമ്മൾ എന്തായാലും 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് അരി കഴുകിയിട്ട് ഇടരുത് കേട്ടോ. കുതിർത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ അരി ഇട്ടെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് റൈസ് റെസിപ്പിയിലൊക്കെ ഞാനിത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തീ കുറച്ച് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാനായിട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ നല്ല റൈസാണ് കേട്ടോ. ഇത് നല്ല ചൂടോട് കൂടിയായിട്ടാണ്, ഇങ്ങനെ നല്ല ചൂടറിയുന്ന ശേഷമാണെങ്കിൽ നല്ല ഉലർന്നിട്ടായിരിക്കും ചോറ് ഇരിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുലാവാണ് കേട്ടോ. കൂടുതൽ സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് അതിന്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത ക്യാരറ്റും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് തന്നെ ക്യാരറ്റൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അൽഫാമിൻ്റെ കൂടെ ഷവായുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും.